ഈ കുട്ടിസ്രാങ്ക് എന്നുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എഴുതി കണ്ടായിരുന്നു. എന്താണ് അത് ശരിക്കും എന്താണ് സംഭവിച്ചത്? കുട്ടിസ്രാങ്കിൽ ഞാനിങ്ങനെ ഈ ഓർക്കു വല്ലപ്പോഴൊക്കെ പാടുന്നതിന് മുമ്പാണ് ഞാൻ എറണാകുളത്ത് സാംജി എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. സാംജി അങ്കിൾ എന്നെ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം എന്നെ കുറേ ചാൻസസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, രാജി ഇങ്ങനെ ഷാജിയൻ കരൺ സാറിൻ്റെ കുട്ടിസ്രാങ്കിൻ്റെ റീ റെക്കോർഡിങ് നടക്കുകയാണ് ഇവിടെ. ഐസക് തോമസ് കൊട്ടുകാപ്പള്ളി സാറാണ് അതിൻ്റെ മ്യൂസിക്. രാജി എന്ന് പറയണം, കുറച്ച് ഹമ്മിങ്ങും അങ്ങനെ പാടണം. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ കോളേജിൽ പോകുമ്പോൾ നേരെ കോളേജിൽ നിന്നിട്ട് നേരെ സ്റ്റുഡിയോയിൽ പോകും, ഇങ്ങനെ വർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാഷ്വലായിട്ട് പോയതാണ്. പക്ഷേ എനിക്ക് ഇത്ര വലിയൊരു സിനിമയാണെന്നോ ഇതിങ്ങനെ നാഷണൽ ലെവലിലൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്ന പടം അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറേ ഹമ്മിങ്സ് പാടി, പിന്നെ കുറച്ച് അതിൽ ഈ ചവിട്ട് നാടകമായിരുന്നല്ലോ ഒരു ഇത് മുഴുവനും. അപ്പോൾ അതിൽ രണ്ട് പദങ്ങളുണ്ടായിരുന്നു. അത് ട്രഡീഷണൽ ലിറിക്സാണ്. അത് പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ചവിട്ടുനാടകം ரூபாமணியே எனது மங்கை தங்கமே மரதக மனமே எனது மங்கை தங்கமே மரதக மனமே മനമീനതു ശുദ്ധ വർണ്ണ ശോഭന മനമീനതു ശുദ്ധ വർണ്ണ ശോഭന മനമപതിയേ മണവാളകരേ മനമപതിയേ മണവാളകരേ. സിനിമ കണ്ടിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്തിരുന്ന ഒരു കാര്യം ഈ പാട്ടായിരുന്നു. പാടിയത് രാജലക്ഷ്മി എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് സന്തോഷമായി. ഇപ്പം ഇതിൽ കൂടെയും ഒരുപാട് പേര് അറിയുമല്ലോ. പിന്നെ ഇത് റിലീസാവാൻ ഒരു കൊല്ലം താമസിച്ചു. അപ്പോൾ ഇറങ്ങാറായപ്പോൾ എൻ്റെ അടുത്ത് ഐസക് സാറ് വിളിച്ചു പറഞ്ഞു, സാംജിയങ്ങളും വിളിച്ചു പറഞ്ഞു, രാജി ഇത് ഓർക്കസ്ട്രേഷനൊക്കെ ഒരു സിംഫോണിക് രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്, രാജിയുടെ പാട്ടുകളായിട്ട് മാറ്റിയിട്ടുണ്ടെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ദൈവം, അന്ന് നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്കും ഒരു ശ്രുതി ഇട്ടിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ഞങ്ങൾ CD ഒക്കെ വാങ്ങിച്ചു കേട്ടു. പക്ഷേ ഇങ്ങനെ നാഷണൽ അവാർഡ്സിൻ്റെ വാർത്തയൊക്കെ കേട്ടു. പിറ്റേ ദിവസത്തെ പേപ്പർ എടുത്തപ്പോഴാണ് അതിലിങ്ങനെ ഒരു എല്ലാ പത്രത്തിലും ഒരു ചെറിയൊരു കോളത്തിൽ കുട്ടിസ്രാങ്കിലെ ആലാപനത്തിന് രാജലക്ഷ്മി അവസാന റൗണ്ട് വരെ പരിഗണിച്ചു. അപ്പോൾ അത് നമ്മളെപ്പോലൊരു പുതിയ തുടക്കക്കാരിക്ക് കിട്ടാവുന്ന വലിയൊരു അംഗീകാരമാണ്.